തിയറി ബേസ് ഓഫ് അക്കൗണ്ടിംഗ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി 8 കോൺസെപ്റ്റുകളാണ് നമ്മൾ പരിചയപ്പെട്ടത്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, മണി മെഷർമെൻറ്റ്, ഗോയിങ് കൺസേൺ, അക്കൗണ്ടിംഗ് പീരിയഡ്, കോസ്റ്റ് കോൺസെപ്റ്റ്, ഡ്വൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ്, റവന്യൂ റെക്കഗ്നിഷൻ കോൺസെപ്റ്റ് ആൻഡ് മാച്ചിങ് കോൺസെപ്റ്റ്. ഇനി 5 കോൺസെപ്റ്റുകളാണ് പഠിക്കാനുള്ളത്. അത് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്ന്, ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ്, കൺസിസ്റ്റൻസി കോൺസെപ്റ്റ്, കൺസർവേറ്റിസം ഓർ പ്രുഡൻസ് കോൺസെപ്റ്റ്, മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് ആൻഡ് ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ്. ഇതിലാദ്യം ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. ഒരു അക്കൗണ്ടിംഗ് ജോലി ചെയ്യുന്ന സമയത്ത് ഫോളോ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ് ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ്, സമ്പൂർണ്ണ വെളിപ്പെടുത്തൽ തത്വം. ഇപ്പോൾ ഈ കോൺസെപ്റ്റ് പറയുന്നത് അക്കൗണ്ടൻ്റ് ജോലി ചെയ്യുന്ന സമയത്ത് എല്ലാ മെറ്റീരിയൽ ഫാക്റ്റും, പ്രസക്തമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അയാൾ എന്ത് ചെയ്യണം? ഡിസ്ക്ലോസ് ചെയ്യണം. ഒന്നും ഹൈഡ് ചെയ്ത് വെക്കാൻ പാടില്ല. ഇപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ തയ്യാറാക്കുന്ന സമയത്ത് കൃത്യമായ കാര്യങ്ങളായിരിക്കണം അതിലൂടെ അയാൾ പ്രസൻറ്റ് ചെയ്യേണ്ടത്. കാരണം ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുകളെ ബേസ് ചെയ്തിട്ടാണ് മാനേജ്മെൻറ്റും ഗവൺമെൻറ്റും ഔട്ട്സൈഡ് പാർട്ടീസൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ അവരുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലൂടെ പ്രസൻറ്റ് ചെയ്യുന്നത്. അത് കൃത്യമായി എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടി ആര് ശ്രദ്ധിക്കണം? അക്കൗണ്ടൻ്റ് ശ്രദ്ധിക്കണം. ദ കോൺസെപ്റ്റ് റിക്വയേഴ്സ് ദാറ്റ് ആൾ മെറ്റീരിയൽ ആൻഡ് റെലവൻറ്റ് ഫാക്ട്സ് കൺസേണിംഗ് ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് ആൻ എൻ്റർപ്രൈസ് must be completely disclosed in the financial statements and their accompanying footnotes. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കുന്ന സമയത്ത് ബിസിനസ്സിൻ്റെ സാമ്പത്തിക പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി അയാൾ ഡിസ്ക്ലോസ് ചെയ്യണം. അക്കൗണ്ടിലൂടെ ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യണം. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യം അവിടെ ഡിസ്ക്ലോസ് ചെയ്യണം. ദെൻ അസറ്റുകളും ലയബിലിറ്റീസും ഒക്കെ പ്രസൻറ്റ് ചെയ്യുന്ന ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്ന സമയത്ത് കൃത്യമായ കാര്യങ്ങൾ അവിടെ ഡിസ്ക്ലോസ് ചെയ്യണം. അതിന് പുറമെ ഫുട് നോട്ടുകൾ എഴുതിയിട്ടൊക്കെ കൃത്യമായ കാര്യങ്ങൾ ആർക്ക് പറഞ്ഞു കൊടുക്കണം? ഈ അക്കൗണ്ടിങ് യൂസേഴ്സിന് അക്കൗണ്ടൻ്റ് പ്രൊവൈഡ് ചെയ്യണം. ഇതാണ് ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദിസ് ഈസ് ടു എനേബിൾ ദ യൂസേഴ്സ് ടു മേക്ക് കറക്റ്റ് അസസ്മെൻറ്റ് അബൌട്ട് ദ പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഫിനാൻഷ്യൽ സൗണ്ട്നെസ് ഓഫ് ദ എൻ്റർപ്രൈസ് ആൻഡ് ഹെൽപ്പ് ദം ടു ടേക്ക് കറക്റ്റീവ് ഡിസിഷൻ. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന മാനേജ്മെൻറ്റും ഓണേഴ്സും മറ്റ് ക്രെഡിറ്റേഴ്സും ബാങ്കുകളും ഗവൺമെൻറ്റും എല്ലാം തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ അവരുടെ തീരുമാനങ്ങൾ കൃത്യമായി വരണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും എന്തായിരിക്കണം? കൃത്യമായ കാര്യങ്ങളായിരിക്കണം അതിലൂടെ നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ടത്. അടുത്ത കോൺസെപ്റ്റാണ് കൺസിസ്റ്റൻസി കോൺസെപ്റ്റ്, സ്ഥിരതാ തത്വം. അക്കൗണ്ടൻ്റ് ജോലി ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ഓരോ കാൽക്കുലേഷനും ഡിഫറെൻറ്റ് മെത്തേഡ്സുകൾ അവൈലബിൾ ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ. എന്താണ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ? അൺസോൾഡ് ഗുഡ്സിനെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഒരു ബിസിനസ് സ്ഥാപനത്തിലുള്ള ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വില നിർണ്ണയിക്കുന്നതിന് കുറേ മെത്തേഡുകൾ അവൈലബിൾ ആണ്. ഫിഫോ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്, ആവറേജ് കോസ്റ്റ് മെത്തേഡ്, ഇങ്ങനെ കുറേ മെത്തേഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നതിനുള്ള ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യാൻ തുടങ്ങിയാൽ അതെന്ത് ചെയ്യണം? അത് കണ്ടിന്യൂസ് ആയിട്ട് അതേ മെത്തേഡിൽ തന്നെ നമ്മുടെ അക്കൗണ്ടുകൾ എല്ലാ വർഷവും മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പോൾ ബിസിനസ് സ്ഥാപനത്തിൽ യൂസ് ചെയ്യുന്ന ഫിക്സഡ് അസറ്റുകളുടെ തേയ്മാനം കണക്കാക്കുന്നതിനുള്ള പല മെത്തേഡുകളും വരുന്നുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ആ മെത്തേഡിൽ തന്നെ വരും വർഷങ്ങളിലും കണക്ക് നമ്മൾ രേഖപ്പെടുത്തണം എന്നാണ് ഈ കോൺസെപ്റ്റ് നമ്മളോട് പറയുന്നത്. Interfirm and inter-period comparisons are required. This can be possible only when the accounting policies and practices followed by enterprises are uniform and are consistent over the period of time. ഇപ്പോൾ നമുക്ക് ബിസിനസ്സുകൾ തമ്മിൽ കമ്പയർ ചെയ്യേണ്ടി വരും. ഒരു ബിസിനസ്സിലെ തന്നെ വിവിധ വർഷത്തിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യേണ്ടി വരും. അങ്ങനെ കമ്പാരിസൺ സാധ്യമാവണമെങ്കിൽ ഒരു യൂണിഫോമിറ്റി അത്യാവശ്യമാണ്. അപ്പോൾ ഒരേ മെത്തേഡിലായിരിക്കണം കണക്കുകൾ രേഖപ്പെടുത്തേണ്ടത്, ഒരേ മെത്തേഡിലായിരിക്കണം കാൽക്കുലേഷൻസ് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? കമ്പാരിസൺ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളൊരു മെത്തേഡ് ഫോളോ ചെയ്ത് തുടങ്ങിയാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യണം. ഈ ആ മെത്തേഡ് ഏതെങ്കിലും അവസരത്തിൽ മാറ്റം വരുത്തുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് ആരെ അറിയിക്കണം? അതിൻ്റെ കൺസേൺഡ് ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്ന ആളുകളെ
ആ മെത്തേഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം നമ്മൾ ഫുഡ് നോട്ടായിട്ടോ മറ്റു രീതിയിലോ അവരെ അറിയിക്കണം. അടുത്ത കോൺസെപ്റ്റാണ് പ്രുഡൻസ് ഓർ കൺസർവേറ്റിസം കോൺസെപ്റ്റ്. ഈ കോൺസെപ്റ്റ് പറയുന്നത് നമ്മൾ കണക്കെഴുതുന്ന സമയത്ത് വളരെ കരുതലോടുകൂടി കാര്യങ്ങൾ നോക്കിക്കാണണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ അൺസോൾഡ് ഗുഡ്സ് ഉണ്ട്, അങ്ങനെ വിൽക്കാതെ ബാക്കിയുള്ള ഗുഡ്സ്, എന്താ അതിന് പറയുന്ന പേര്, സ്റ്റോക്ക് എന്ന് പറയും. അപ്പോൾ സ്റ്റോക്കിൻ്റെ വില നിർണ്ണയിക്കുകയാണ് നമ്മൾ. സ്റ്റോക്കിൻ്റെ വില നിർണ്ണയിക്കുമ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ വാങ്ങിയ വില പരിഗണിച്ചു. വാങ്ങിയ വില പരിഗണിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കിൻ്റെ വില 10,000 ആണ്. ദെൻ ഇതേ സ്റ്റോക്കിന് ഇന്ന് മാർക്കറ്റിലെ വിലയും നമ്മളൊന്ന് പരിശോധിച്ച് നോക്കി. ഇതേ സ്റ്റോക്കിന് ഇന്ന് മാർക്കറ്റിൽ 12,000 രൂപ പ്രൈസ് വരുന്നുണ്ട്. ഇന്ന് ഇത്രയും സ്റ്റോക്ക് നമ്മൾ വാങ്ങുകയാണെങ്കിൽ അതിന് എത്ര രൂപ കൊടുക്കണം? 12,000 രൂപ കൊടുക്കണം. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് അസ്യൂം ചെയ്യാം? 2,000 രൂപ പ്രോഫിറ്റ് നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം, അല്ലേ? നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കിൻ്റെ വില വർദ്ധിച്ചിട്ടുണ്ട്. ഈ പ്രുഡൻസ് കോൺസെപ്റ്റ് പ്രകാരം നമ്മുടെ സ്റ്റോക്കിൻ്റെ വിലയായിട്ട് എഴുതേണ്ടത് 12,000 രൂപയല്ല എഴുതേണ്ടത്. എത്ര എഴുതിയാൽ മതി? 10,000 രൂപ തന്നെ എഴുതിയാൽ മതി. കാരണം എന്താണ്? ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പാടില്ല. പ്രോഫിറ്റ് ഒരിക്കലും നമ്മൾ മുൻകൂട്ടി രേഖപ്പെടുത്താൻ പാടില്ല. ഇനി ഇതേ സ്റ്റോക്കിൻ്റെ വില മാർക്കറ്റ് റേറ്റ് 8,000 റുപ്പീസ് ആണെങ്കിലോ, 8,000 രൂപയാണെങ്കിലോ, മാർക്കറ്റിലെ വില കുറവാണ്, നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ള നമ്മൾ വാങ്ങിയ വില കൂടുതലാണ്. 10,000 രൂപയുടെ സ്റ്റോക്കാണ്, പക്ഷെ മാർക്കറ്റിൽ അതിന് വിലയുള്ളത് 8,000 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്റ്റോക്കിൻ്റെ വിലയായിട്ട് കാണിക്കേണ്ടത് മാർക്കറ്റ് റേറ്റ് ആയിട്ടുള്ള കുറഞ്ഞ വിലയാണ്. 8,000 റുപ്പീസ് ആണ് സ്റ്റോക്കിൻ്റെ വിലയായിട്ട് കാണിക്കേണ്ടത്. ഏത് കോൺസെപ്റ്റ് പ്രകാരം? പ്രുഡൻസ് കോൺസെപ്റ്റ് പ്രകാരം. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇതാണ്: ഒരു പ്രോഫിറ്റ് നമ്മൾ മുൻകൂട്ടി കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ രേഖപ്പെടുത്താൻ പാടില്ല. ഒരു ലോസ് ആണ് നമ്മൾ മുൻകൂട്ടി കാണുന്നതെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? അത് രേഖപ്പെടുത്തണം. The concept of conservatism requires that profits should not be recorded until realized, but all losses, even those which may have a remote possibility, are to be provided for in the books of account. ഈ കോൺസെപ്റ്റ് പറയുന്നത് ഒരു ലാഭം നമ്മൾ മുൻകൂട്ടി കണ്ടു കഴിഞ്ഞാൽ ആ ലാഭം നമുക്ക് കിട്ടുന്നത് വരെ അത് നമ്മൾ ബുക്കിൽ റെക്കോർഡ് ചെയ്യാൻ പാടില്ല. അതേസമയം ഒരു വിദൂര സാധ്യത മാത്രമുള്ള ഒരു ലോസ് നമ്മൾ മുൻകൂട്ടി കാണുകയാണെങ്കിലോ അത് നമ്മൾ ബുക്കിൽ റെക്കോർഡ് ചെയ്യണം എന്നാണ് പ്രുഡൻസ് ഓർ കൺസർവേറ്റിസം കോൺസെപ്റ്റ് പറയുന്നത്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളാണ് വാലുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് അറ്റ് കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ. ഇപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വില കണക്കാക്കുന്ന സമയത്ത് നമ്മൾ വാങ്ങിയ വിലയാണോ മാർക്കറ്റിലെ വിലയാണോ കുറവ് എന്ന് നോക്കണം. ആ കുറഞ്ഞ വിലയാണ് അതിൻ്റെ വിലയായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത്. കൂടുതൽ വില നമ്മൾ കാണിക്കാൻ പാടില്ല. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കൂ, ക്രിയേറ്റിംഗ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. അപ്പോൾ നമ്മുടെ കടയിൽ നിന്ന് ഒരു കസ്റ്റമർ 10,000 രൂപയുടെ സാധനങ്ങൾ കടമായിട്ട് വാങ്ങി. അങ്ങനെ അയാൾ 2-3 പ്രാവശ്യമായി 9,000 രൂപ നമുക്ക് ബിസിനസ്സിലേക്ക് തന്നു. ഇനിയും 1,000 രൂപ തരാനുണ്ട്. സാമ്പത്തിക പ്രയാസം കാരണം അയാൾക്ക് ആ പണം ഇനി ഒരിക്കലും നമുക്ക് തരാൻ കഴിയില്ല. ഇപ്പോൾ ഡൗട്ട്ഫുൾ ആണ്, അയാളുടെ കയ്യിൽ നിന്ന് ആ പണം നമുക്ക് കിട്ടുമോ ഇല്ലേ എന്നുള്ളത് ഡൗട്ട്ഫുള്ളാണ്. അങ്ങനെ നമ്മൾ ഒരു 1,000 രൂപ നഷ്ടം നമ്മൾ മുൻകൂട്ടി കാണുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളത് മനസ്സിലാക്കിയ ഉടനെ തന്നെ ആ 1,000 രൂപ നമ്മൾ നഷ്ടമായിട്ട് രേഖപ്പെടുത്തണം. ഇപ്പോൾ കൺസർവേറ്റിസം ഓർ പ്രുഡൻസ് കോൺസെപ്റ്റ് പറയുന്നത് പ്രോഫിറ്റ് ഒരിക്കലും ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പാടില്ല, പക്ഷെ ലോസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് അത് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ദെൻ അടുത്ത കോൺസെപ്റ്റാണ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്, പ്രസക്തി തത്വം. പ്രസക്തമായ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും അപ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും ചെയ്യണം എന്നാണ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് നമ്മളോട് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ബിസിനസ് സ്ഥാപനത്തിൽ യൂസ് ചെയ്യുന്ന പേന, പെൻസില്, സ്കെയില്, ഇറേസർ, സ്റ്റാപ്ലർ, കാൽക്കുലേറ്റർ, ഇത്തരം സാധനങ്ങളൊക്കെ നമ്മൾ കുറേ വർഷം ഉപയോഗിക്കും. പക്ഷെ അത്തരം സാധനങ്ങളൊക്കെ ഫിക്സഡ് അസറ്റായിട്ട് പരിഗണിക്കണോ അസറ്റായിട്ട് പരിഗണിക്കണോ വേണ്ടയോ എന്നാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. അതിൻ്റെ വില താരതമ്യേന കുറവാണ്, അതുകൊണ്ട് അത് അപ്രസക്തമാണ്, അല്ലേ? അത് അസറ്റായിട്ട് എഴുതുക എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും സമയനഷ്ടമാണ്. അതെല്ലാം അസറ്റുകളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അത് അപ്രസക്തമായ ഒരു കാര്യത്തിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കലാവും. അതുകൊണ്ട് സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ ഏത് സ്ഥാപനത്തിലും ഉപയോഗിക്കാറുണ്ടെങ്കിലും അതൊന്നും അസറ്റുകളുടെ കൂട്ടത്തിൽ എഴുതാറില്ല. ഏത് കോൺസെപ്റ്റ് പ്രകാരമാണ്? മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് പ്രകാരമാണ്
അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. The concept of materiality requires that accounting should focus on material fact. The materiality of a fact depends on its nature and the amount involved. ഇപ്പോൾ മെറ്റീരിയൽ ആയിട്ടുള്ള വളരെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. മെറ്റീരിയൽ ആണോ എന്ന് നമ്മൾ, പ്രസക്തമാണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? അതിൻ്റെ നാച്ചറും അതിൻ്റെ വിലയും പരിഗണിച്ചുകൊണ്ടാണ് അതിൻ്റെ മെറ്റീരിയാലിറ്റി നമ്മൾ തീരുമാനിക്കേണ്ടത്. A difference of rupees 500 in the valuation of stock may be regarded as immaterial, but the difference of rupees 500 in cash should be termed as material. ഇപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്ത സമയത്ത് 500 രൂപയുടെ ഡിഫറൻസ് വരുന്നതും ക്യാഷ് കൗണ്ട് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ടിൽ 500 രൂപയുടെ ഡിഫറൻസ് വരുന്നതും എമൗണ്ട് സെയിം ആണ്. എന്നാൽ ഒന്ന് പ്രസക്തമായ കാര്യമാണ്. ക്യാഷിൽ 500 രൂപയുടെ കുറവെന്ന് പറയുമ്പോൾ അത് വളരെ പ്രസക്തമായിട്ടുള്ള മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ കൃത്യമായി പരിഗണിക്കണം. അതേസമയം ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്ത സമയത്ത് അതിൽ ചെറിയൊരു ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അത് ഇമ്മെറ്റീരിയൽ ആണ്, അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. When the amount involved is very small, strict adherence to accounting principles is not required. For example, stock of erasers, pencil, scales, etc. are not shown as asset. നേരത്തെ പറഞ്ഞ എക്സാമ്പിളാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഏറ്റവും അവസാനത്തെ ഒരു കോൺസെപ്റ്റാണ് വെരിഫയബിലിറ്റി ആൻഡ് ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ്. ഈ വെരിഫയബിലിറ്റി അതല്ലെങ്കിൽ ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ് പറയുന്നത് ഒരു അക്കൗണ്ടന്റ് രേഖപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ വസ്തുനിഷ്ഠമായിരിക്കണം, വസ്തുതകളായിരിക്കണം രേഖപ്പെടുത്തേണ്ടത്. ശരിയായ കാര്യങ്ങൾ മാത്രമേ രേഖപ്പെടുത്താൻ പാടുള്ളൂ. ഒരു അക്കൗണ്ടന്റ് രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിലെ വിശ്വാസ്യത നമ്മൾ എങ്ങനെയാണ് ഉറപ്പുവരുത്തുക? ഇറ്റ് മസ്റ്റ് ബി വെരിഫയബിൾ. ഏതൊരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാലും അത് രേഖപ്പെടുത്തണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്ററി എവിഡൻസ് വേണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിന് നമുക്ക് എന്ത് കിട്ടും? സപ്ലയറുടെ കയ്യിൽ നിന്ന് അതിനുള്ള കൃത്യമായി ഇൻവോയ്സ് നമുക്ക് കിട്ടും, ബില്ല് കിട്ടും. ആ ബില്ലിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം പർച്ചേസ് രേഖപ്പെടുത്തേണ്ടത്. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പല ആവശ്യങ്ങൾക്കും പേയ്മെൻറ്റ് നടത്തും, വേജസ് കൊടുക്കും, സാലറി കൊടുക്കും. അങ്ങനെ പേയ്മെൻറ്റുകൾ കൊടുക്കുന്ന സമയത്ത് അതിന് കൃത്യമായിട്ടുള്ള വൗച്ചർ വേണം. ആരാണോ നമ്മുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയത്, എന്താവശ്യത്തിനാണ് ആ പണം വാങ്ങിയത്, ഏത് ഡേറ്റിനാണ് വാങ്ങിയത്, ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള രേഖ നമ്മൾ തയ്യാറാക്കണം. പേയ്മെൻറ്റ് വൗച്ചർ നമ്മൾ തയ്യാറാക്കണം. ഇപ്പോൾ ഏതൊരു ട്രാൻസാക്ഷൻ ആണെങ്കിലും അതിന് കൃത്യമായിട്ടുള്ള ഡോക്യുമെൻ്ററി എവിഡൻസ് ആര് തയ്യാറാക്കിയിരിക്കണം? അക്കൗണ്ടന്റ് തയ്യാറാക്കിയിരിക്കണം. അപ്പോൾ അത് എന്തായി മാറും? വെരിഫയബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട്, ട്രാൻസാക്ഷൻസ് ആയിട്ട് മാറും. The concept of objectivity requires that accounting transaction should be recorded in an objective manner, free from the bias of accountant and others. This can be possible when each of the transactions is supported by verifiable documents or vouchers. അപ്പോൾ ഈ കോൺസെപ്റ്റ് പറയുന്നത് അക്കൗണ്ടന്റ് കാര്യങ്ങൾ രേഖപ്പെടുത്തുന്ന സമയത്ത് ഒരിക്കലും അയാളുടെ സ്വന്തം ആഗ്രഹപ്രകാരം കണക്കുകൾ രേഖപ്പെടുത്താൻ പാടില്ല. അതല്ലെങ്കിൽ മാനേജറുടെയോ മറ്റ് എംപ്ലോയീസിൻ്റെയോ ഇൻഫ്ലുവൻസിന് വിധേയമായി കാര്യങ്ങൾ രേഖപ്പെടുത്താൻ പാടില്ല. അപ്പോൾ വസ്തുനിഷ്ഠമായിട്ടുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം രേഖപ്പെടുത്തേണ്ടത്. ആ കൃത്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അതിനുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ആര് കളക്ട് ചെയ്തിരിക്കണം? അക്കൗണ്ടന്റ് കളക്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഇത്രയും കോൺസെപ്റ്റുകളാണ് നമുക്ക് ഈ വർഷം പരിചയപ്പെടാനുള്ളത്. ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് ഏതൊക്കെ കോൺസെപ്റ്റുകളാണ്? ഒന്ന്, ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ്. അക്കൗണ്ടന്റ് ജോലി ചെയ്യുന്ന സമയത്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ തയ്യാറാക്കുന്ന സമയത്ത് ഒന്നും ഹൈഡ് ചെയ്യാൻ പാടില്ല, എല്ലാം ഡിസ്ക്ലോസ് ചെയ്യണം. ദെൻ കൺസിസ്റ്റൻസി കോൺസെപ്റ്റ്. ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആ മെത്തേഡ് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വർഷവും ഫോളോ ചെയ്യണം. എന്നാൽ മാത്രമേ കമ്പാരബിലിറ്റി എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി നമുക്ക് അക്കൗണ്ടിങ് ഇൻഫർമേഷനിൽ കൊണ്ടുവരാൻ സാധ്യമാവുകയുള്ളൂ. ദെൻ കൺസർവേറ്റിസം ഓർ പ്രുഡൻസ് കോൺസെപ്റ്റ് ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ്. പ്രോഫിറ്റ് മുൻകൂട്ടി റെക്കോർഡ് ചെയ്യാൻ പാടില്ല. ദെൻ വിദൂര സാധ്യതയുള്ള ഒരു നഷ്ടം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെക്കോർഡ് ചെയ്യാൻ കഴിയും. ദെൻ മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് പറയുന്നത് പ്രസക്തമായ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, അപ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവോയ്ഡ് ചെയ്യാൻ പറ്റും. ദെൻ ലാസ്റ്റ് ഒബ്ജക്റ്റിവിറ്റി ഓർ വെരിഫയബിലിറ്റി കോൺസെപ്റ്റ്. എല്ലാ ട്രാൻസാക്ഷൻസും രേഖപ്പെടുത്തുന്ന സമയത്ത് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം രേഖപ്പെടുത്തേണ്ടത്.
അപ്പോൾ കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായി 13 കോൺസെപ്റ്റുകളാണ് നമ്മൾ പരിചയപ്പെട്ടത്. എല്ലാം പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളാണ്. അക്കൗണ്ടൻറ്റ് അയാളുടെ ജോലികൾ ചെയ്യുന്ന സമയത്ത് ഈ കോൺസെപ്റ്റുകളെല്ലാം ഫോളോ ചെയ്യണം. ഇനിയും നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം. ഓക്കെ.